ശാസ്ത്രീയ ഉപനിഷത്ത് പഠനം ക്ലാസ് 166. ഇപ്പോൾ നമ്മൾ നോക്കുന്നത് 53ാമത്തെ ഉപനിഷത്തായിട്ട് ഈശാവാസ്യോപനിഷത്താണ്. അതിൽ ഇത് 7ാമത്തെ മന്ത്രമാണ്. ഇതിൽ ബ്രഹ്മസാക്ഷാത്കാരം നേടിയവൻ്റെ അവസ്ഥ പറയുകയാണ്. നേടിയല്ല, ബ്രഹ്മസാക്ഷാത്കാരത്തിൽ തിരിച്ചവൻ്റെ, എല്ലാത്തിലും ബ്രഹ്മത്തെ ദർശിക്കുവാൻ കഴിഞ്ഞവൻ്റെ അവസ്ഥ പറയുകയാണ്. എന്താണ് പറയുന്നത്? യസ്മിൻ സർവാണി ഭൂതാന്യാത്മൈവാഭൂദ്വിജാനത തത്ര കോ മോഹഃ കഃ ശോകഃ ഏകത്വമനുപശ്യത. ഇപ്രകാരം സകലതിലും ആ ബ്രഹ്മത്തെ ദർശിക്കുന്നവന് സദാസമയവും പരമാത്മാവിൻ്റെ ദർശനം ലഭിക്കും. അപ്പോൾ അവൻ്റെ ഉള്ളിൽ ശോക മോഹാദികൾ ഇല്ല. അവൻ ആനന്ദമഗ്നനായിത്തീരും. മനുഷ്യർ അവനെ എല്ലാം പ്രവർത്തിക്കുന്നവനായി കാണുമ്പോൾ അവൻ ആ പരമേശ്വരനിൽ മനസ്സർപ്പിച്ച് കഴിയുകയായിരിക്കും. ഇവിടെ പറയുന്നത് ഇപ്രകാരം സകലത്തിലും ബ്രഹ്മത്തെ ദർശിക്കുക. അപ്പം നമ്മളെ ഒന്നും കാണാനുള്ള താല്പര്യമില്ലാത്ത ഒരവസ്ഥ വരുമ്പോഴാണ് ബ്രഹ്മത്തെ ദർശിക്കാൻ പറ്റുക. ബ്രഹ്മത്തെ ദർശിക്കുക എന്ന് പറയുമ്പം ബ്രഹ്മത്തിന് രൂപവും ഭാവവും ഒന്നും ഇല്ല എന്നുള്ള പ്രത്യേക ഓർക്കണം. അപ്പം അതിനെ കണ്ണുകൊണ്ട് കാണാൻ പറ്റില്ല. ബ്രഹ്മം എന്ന് പറഞ്ഞ ഒരു നിർഗുണമായ അവസ്ഥയാണ്. ആദ്യം പ്രപഞ്ചം ഏതിൽ നിന്നുണ്ടായ അതിന് രൂപവും ഭാവവും ഒന്നുമില്ല, ഒരു വിചാരങ്ങളും ഇല്ലാത്ത ഒരവസ്ഥയാണ്. അപ്പം അങ്ങനത്തെ ഒരു ബ്രഹ്മത്തെ ദർശിക്കുക എന്ന് പറഞ്ഞാൽ നമ്മളൊന്നും കാണുന്നില്ല, ആ അവസ്ഥയിലെത്തുക. അത് ഞാൻ പറഞ്ഞു, നമ്മളെ കർമ്മം ചെയ്യാൻ വേണ്ടിയാണ് ജനിപ്പിച്ചിരിക്കുന്നത്. അപ്പം കർമ്മം ചെയ്യാൻ എന്താ ചെയ്യുന്നത്? നമ്മളിൽ ഞാനെന്നൊരു വികാരം ഉണ്ടാക്കും, എന്നിട്ട് ഒരാഗ്രഹം ജനിപ്പിക്കും. ആ ആഗ്രഹത്തിൻ്റെ പിന്നാലെ നമ്മൾ ഓടും. ഇപ്പോൾ എന്തൊന്നിനെ പറ്റിയാണോ ആഗ്രഹം ഉണ്ടാക്കുന്നത് അതാണ് നമ്മൾ ഈ സമൂഹത്തിൽ പിന്നെ എല്ലാം ദർശിക്കുക. നമ്മളൊരു കലാകാരനാണെങ്കിൽ നമ്മൾ കലയായിട്ട് ബന്ധപ്പെട്ടതേ ഈ ലോകത്തിൽ കാണുകയുള്ളൂ. മറ്റുള്ളതൊന്നും നമ്മളെ ശ്രദ്ധയിൽ വരില്ല. ഞാൻ നേരത്തെ ഒരു ഉദാഹരണം തന്നെ പറഞ്ഞതാണ്. നമ്മളിപ്പോൾ ഒരു റോട്ടുമേലോട്ട് ഇങ്ങനെ പോവുകയാണെങ്കിൽ എത്രയോ വാഹനങ്ങൾ കടന്നു പോകുന്നുണ്ട്. ഇപ്പം തൊട്ട് മുമ്പിൽ പോയ ഒരു വാതയിലെ കുറേ ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം പോകുന്നുണ്ട്. നമ്മൾ ആരെങ്കിലും വന്നിട്ട് ഇപ്പോൾ ഒരു ചുവപ്പ് ഷർട്ടുകാരൻ ഇതിലോട്ട് പോയോ എന്ന് ചോദിച്ചാൽ നമ്മൾ എന്തോ ഓർക്കുന്നില്ല. അല്ലെങ്കിൽ ബസ് പോയോ, ഒരു ബസ്സിന് കാത്തിരിക്കുകയാണ്. നമ്മളെ ബസ്സിൻ്റെ പേര് മാത്രം ശ്രദ്ധിച്ചിട്ടിരിക്കും. ആരെങ്കിലും വന്നിട്ട് ഇന്ന സ്ഥലത്തേക്കുള്ള ബസ് പോയോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഓർമ്മയിൽ എന്തോ ഓർക്കുന്നില്ല എന്ന് പറയും. നമ്മൾ ആ ബസ്സിൻ്റെ ഒരു പേര് മാത്രമേ ഓർത്ത് വെക്കുകയുള്ളൂ. ആ സ്ഥലത്ത് പോകുന്ന ബസ് നമ്മളെ മനസ്സിൽ നല്ല അറിയുന്ന ഇന്ന ബസ്സേ പോകുള്ളൂ എന്നുള്ള ധാരണയുണ്ടെങ്കിൽ, ഇപ്പം കണ്ണൂരേക്കുള്ള ബസ്സാണെങ്കിൽ നമ്മൾ ആ കണ്ണൂരിൽ നിന്ന് മാത്രമേ ശ്രദ്ധിക്കുള്ളൂ. കാരണം അതിൻ്റെ ഇടയ്ക്കുള്ള ഒരു ബസ്, ഇപ്പം കോഴിക്കോട്ട് പോകുന്ന ബസ്സൊന്നും കണ്ണൂരിൽ പോകില്ല. തൃശ്ശൂർ പോകുന്നതോ പാലക്കാട് പോകുന്നതോ അതൊന്നും കണ്ണൂരിൽ പോകില്ല. അപ്പം നമ്മൾ കാ എന്നൊരക്ഷരം മാത്രമേ ശ്രദ്ധിക്കൂ. കാവും കണ്ണൂര് ആ ഇന്ന എന്നുള്ള അക്ഷരം മാത്രം മനസ്സിൽ വെച്ചിട്ട് ബസ് പോകുമ്പോൾ ജസ്റ്റ് ഒന്ന് അത് നോക്കാം, പിന്നെ അങ്ങ് കളയും. അപ്പോൾ ആരെങ്കിലും വന്നിട്ട് കോഴിക്കോട് ബസ് പോയോ എന്ന് വെച്ചാൽ എന്തോ അറിയില്ല എന്ന് നമ്മൾ പറയും. കാരണം എന്തുകൊണ്ട് നമ്മളത് ശ്രദ്ധിക്കുന്നില്ല. നമ്മുടെ ലോകം അതായിട്ട് മാറുകയാണ്. നമ്മൾ എന്താണോ മനസ്സിൽ ചിന്തിക്കുന്നത് അത് നമ്മളുടെ ലോകമായിട്ട് മാറും. നമ്മളിപ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞ ഒരു യൂട്യൂബിലെ കാര്യം തന്നെയാണ്. നമ്മൾ ഒരു വിഷയം, നമുക്കൊരു താല്പര്യമുള്ള ഒരു പ്രോഗ്രാമാണെങ്കിൽ അതിനെ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ 1-2 പ്രാവശ്യം അതെടുത്തു കഴിഞ്ഞാൽ നമ്മൾ പിന്നെ ആ സിസ്റ്റം തന്നെ എന്ത് ചെയ്യുന്നുണ്ട്? നമുക്ക് ഇഷ്ടമുള്ള വിഷയം മാത്രം മുമ്പ് കൊണ്ടുവരും.
അല്ലേ? ആദ്യം നമ്മൾ ഓടിച്ചോടിച്ച് നമുക്കറിയാം, പെട്ടെന്ന് ആ വിഷയം കാണുമ്പോൾ നമ്മളെ മനസ്സ് പിടിക്കും, ബാക്കിയൊന്നും നമ്മൾ ശ്രദ്ധിക്കില്ല. പിന്നെ ആ സിസ്റ്റം തന്നെ നമുക്ക് അത് മാത്രമേ കൊണ്ട് മുമ്പ് തരും. അങ്ങനെ മുമ്പ് തരുമ്പോൾ നമ്മൾ എപ്പം തുറന്നു കഴിഞ്ഞാൽ ഈ വിഷയമായിരിക്കും നമ്മളെ മുമ്പിൽ വന്നുകൊണ്ടിരിക്കുക, അതുമായിട്ട് ബന്ധപ്പെട്ട വിഷയം. അപ്പം നമ്മളെ ധാരണ എന്തായിരിക്കും എന്നറിയാം, ഈ ലോകം മുഴുവൻ ഈ വിഷയമാണ് ചർച്ച ചെയ്യുന്നതെന്നാണ്. പക്ഷെ പല വിഷയങ്ങളും കൈകാര്യം ചെയ്യുന്നുണ്ട്, പക്ഷെ അതിലൊന്നും അതിൻ്റെ ഒരു അംശം മാത്രമാണിത്. അപ്പം യൂട്യൂബിലുള്ള എത്രയോ പരിപാടികളിൽ ഒരു ചെറിയൊരു അംശമാണ് നമുക്ക് താല്പര്യമുള്ള വിഷയം, അതേ നമ്മളെ ശ്രദ്ധയിൽ വരുന്നുള്ളൂ. നമ്മളെ ലോകം പക്ഷെ അതായിട്ട് മാറുകയാണ്, നോക്കുന്നിടത്തല്ല ആ വിഷയമാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ ഒന്നിലും താല്പര്യമില്ലാതായി കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? നമ്മൾ ഒന്നും ശ്രദ്ധിക്കാൻ പോകുന്നില്ല, കാണാൻ പോകുന്നില്ല, നമ്മുടെ ശ്രദ്ധ അതിലേക്ക് പോകുന്നില്ല. അതാണ് സകലത്തിലും ബ്രഹ്മത്തെ ദർശിക്കുന്ന ശൂന്യമായ അവസ്ഥ. ബ്രഹ്മത്തെ ദർശിക്കുക എന്ന് പറഞ്ഞാൽ ബ്രഹ്മത്തിന്റെ രൂപവും ഭാവവും ഒന്നിനും ദർശിക്കുന്നില്ല എന്നാണ് അർത്ഥം. ആകെ എന്തോ ഒന്നുണ്ട്, അത് തന്നെ. ആ അവസ്ഥയാണ് ബ്രഹ്മത്തെ ദർശിക്കുക എന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒന്നും കാണാൻ പോകുന്നില്ല. എന്തെല്ലോ കണ്ണിലോട്ട് മുമ്പിലോട്ട് പോവുകയാണെങ്കിൽ അതൊന്നും അല്ല നമ്മളെ ശ്രദ്ധയിലുള്ളത്. നമ്മളെ ശ്രദ്ധയിൽ ശൂന്യമാണ്. ആ ശൂന്യമായ അവസ്ഥയാണ് ബ്രഹ്മം. അപ്പം സദാസമയം അങ്ങനെയുള്ളവരെന്ത് പറ്റും? സദാസമയം പരമാത്മാവിൻ്റെ ദർശനം ലഭിക്കും. പരമാത്മാവ് എന്ന് പറഞ്ഞാൽ നിർഗുണമായ. നമ്മൾ പരമാത്മാവിനെ ദർശിക്കുക എന്ന് പറയുമ്പോൾ നമ്മളെ ചിന്തയിൽ പുരാണ കഥകളിൽ അല്ലെങ്കിൽ സിനിമയിലുള്ള എന്തെങ്കിലും ഒരു പരമാത്മാവിൻ്റെ ഒരു രൂപേലം കെട്ടി അവതരിപ്പിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ധരിക്കുന്നത് നമ്മളിങ്ങനെ ആ രൂപത്തെ കാണുന്നതാണ്. യഥാർത്ഥത്തിൽ പരമാത്മാവിന് രൂപവും ഭാവവും ഇല്ല എന്ന് അവർ പ്രത്യേകം പറഞ്ഞു വെച്ചിട്ടുണ്ട്. അപ്പം പരമാത്മാവിൻ്റെ ദർശനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ കണ്ണും കൊണ്ടും മൂക്കൊണ്ടും ഒന്നും കാണാൻ പറ്റില്ല, മണക്കാൻ പറ്റില്ല എന്നും പറഞ്ഞു വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ പരമാത്മാവിൻ്റെ ദർശനം കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? നമ്മുടെ മനസ്സ് എപ്പോഴും ശൂന്യം, ഒന്നും കാണുന്നില്ല, കേൾക്കുന്നില്ല, ഒന്നും ചിന്തിക്കുന്നില്ല. അതാണ് ബ്രഹ്മസമാനം. അതാണ് ആത്മീയതയിലേക്ക് തിരിയുന്നവൻ്റെ ലക്ഷണം. അവനൊന്നും കാണാൻ പോകുന്നില്ല, അവന് ഈ ലോകമായിട്ടൊരു ബന്ധവുമില്ല. അപ്പോൾ അവൻ്റെ ഉള്ളിൽ ശോകവുമില്ല, മോഹാദികളില്ല. അപ്പോൾ അങ്ങനെയുള്ള അവസ്ഥയിൽ എല്ലാം ശൂന്യമായാൽ പിന്നെ ദുഃഖവുമില്ല, ആഗ്രഹങ്ങളും ഒന്നുമില്ല. അതായത് ശുദ്ധ വിരക്തി. ആ വിരക്തി വരുമ്പോഴാണ് നമ്മൾ ആ അവസ്ഥയിലെത്തുന്നത്. ബാക്കി പ്രപഞ്ചത്തിൽ എന്ത് തലകുത്തി മറിഞ്ഞാലും അവൻ്റെ ശ്രദ്ധയിലൂടെ പോയില്ലത്. അവനൊരു അങ്ങനെ ഒരു നിൽക്കുന്ന ഒരവസ്ഥ ഭാവനയിൽ കാണണം. ഒന്നും കാണുകയും കേൾക്കില്ല. വലിയ ഭൂമി ചന്ദ്രൻ പൊട്ട് നമ്മുടെ മുമ്പിൽ വീണാലും നമ്മൾ ഒന്നും അറിയാതെ മാതിരി അങ്ങനെയുള്ള നിൽപ്പ്. അവൻ ആനന്ദമഗ്നനായിത്തീരും. അവൻ്റെ മനസ്സ് കാമായാലും നമുക്ക് ഒരു നല്ല ഒരു സുഖമുള്ള അവസ്ഥയായിരിക്കും. ഒരാഗ്രഹമില്ലാത്ത അവസ്ഥയിൽ വരുമ്പോൾ, ഉദാഹരണമായിട്ട് നമ്മൾ ഗാഠനിദ്രയിൽ നമ്മൾ എങ്ങനെയാണോ അവസ്ഥ, അപ്പോൾ നമ്മളൊന്നും അറിയുന്നില്ല. പക്ഷേ ഇപ്പോൾ അതിനും സുഖമായ ഒരവസ്ഥയിലായിരിക്കും അപ്പോൾ നിൽക്കുക. അപ്പോഴവൻ്റെ കൈകളും കാലുകളും എങ്ങനെയെല്ലാം ചലിക്കുന്നെല്ലാം ഉണ്ടാകും. ഞാൻ നേരത്തെ പറഞ്ഞു, നമ്മളെ കണ്ണിൻ്റെ മുമ്പിലോട്ട് അങ്ങനെ ഒരു വ്യക്തി ചിലപ്പോൾ പോകുന്നുണ്ടാകും. നമ്മൾ നോക്കുമ്പോൾ ഏതോ ഒരു കുടിക്കുകയോ മുടിയോ ഒന്നും പഠിച്ചിട്ടില്ല, മുടിയെല്ലാം നീട്ടി വളർത്ത് അങ്ങനെ അങ്ങ് പോവുകയാണ്. കയ്യെല്ലാം ഇങ്ങനെ അളകുന്നുണ്ട്. ചിലപ്പം താഴെ നിന്നിട്ട് എന്തെങ്കിലും കല്ലെടുക്കുന്നുണ്ടാവും. അതൊന്നും അവൻ അറിഞ്ഞുകൊണ്ട് ചെയ്യുന്നതാണ്. ഇല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെയെല്ലാം ആക്കുന്നുണ്ടാവും. അവൻ എല്ലാം പ്രവർത്തിക്കുന്നതായി കാണുമ്പോൾ അവൻ ആ പരമാത്മാവിൽ മനസ്സർപ്പിച്ച് കഴിയുകയായിരിക്കും. നമ്മൾ നോക്കുമ്പോൾ അവൻ എന്തെല്ലോ കാട്ടിക്കൂട്ടുന്നുണ്ട്. ചിലപ്പം കയ്യെല്ലാം ഇങ്ങനെ ആട്ടുന്നെല്ലാം ഉണ്ടാവും, ഇങ്ങോട്ടും ഇങ്ങോട്ടെല്ലാം ഇങ്ങനെ ആക്കുന്നുണ്ടാവും. എന്തെല്ലോ ചെയ്യുന്ന നമ്മൾ കാണും, അല്ലാതെ ബിംബന്മാർ ഇങ്ങനെ പോവുകയല്ല ചെയ്യുക.
ചിലപ്പോൾ വായിൽ എന്തെങ്കിലും സംസാരിക്കണ്ട. അത് വേറെ ഉപനിഷത്ത് പറഞ്ഞിട്ടുണ്ട്. അവൻ ഭ്രാന്തനെ പോലെയോ ഉന്മാദനെ പോലെയോ ഉന്മത്തനെ പോലെയോ എല്ലാം നടക്കുന്നു. എന്തെങ്കിലും വായുകൊണ്ട് ഇങ്ങനെയെല്ലാം പറയുന്ന മാതിരി അങ്ങനെ നടക്കുന്നുണ്ടാവും. അപ്പൊ എന്തെല്ലാം ചെയ്യുന്നതായിട്ട് നമുക്ക് തോന്നും. കൈയെല്ലാം ചിലപ്പോൾ ഇങ്ങനെ ആക്കുന്നുണ്ടാവും. യഥാർത്ഥത്തിൽ അവനിതൊന്നും അറിഞ്ഞിട്ടല്ല. അവനാ മനസ്സ് കാമായിട്ട് അങ്ങനെ പോവുകയാണ്. പക്ഷെ അവയവങ്ങൾ എന്തെങ്കിലും ചേഷ്ടയെല്ലാം കാണിക്കുന്നുണ്ടാവും. അതുകൊണ്ടാണ് ചില ജോലിയെല്ലാം നമ്മൾ ചെയ്യുമ്പോൾ ഈ ലോകത്തിലല്ലാതെ മാതിരി ചെയ്യുന്ന കണ്ടിട്ടില്ല. ചില കുട്ടികൾ പഠിക്കാൻ നിർബന്ധിച്ച് പഠിക്കാൻ എത്തിക്കഴിഞ്ഞാൽ എന്തോ നീ ലോകത്ത് തന്നെയാണോ എന്ന് ചോദിക്കും നമ്മൾ. അതിൻ്റെ മാക്സിമം രൂപമായിട്ട് ചിന്തിക്കണം. എന്തെല്ലോ കൈയും കാലും കണ്ണും അങ്ങോട്ടും ഇങ്ങോട്ടും തല തിരിച്ചു എന്തെല്ലോ ചെയ്തെന്ന് വരും. പക്ഷെ അവനതറിയുന്നില്ല. അവനങ്ങനെ ബ്രഹ്മസമാനം ഒന്നിലും താല്പര്യമില്ലാതെ മനസ്സിൽ ഒന്നും ദൂരെയുള്ളത് കാണണം. അവൻ തലയിലും തിരിക്കുന്നുണ്ടെങ്കിലും ഒന്നും അവനെ കാണാൻ വേണ്ടി ഒന്നും ആയിരിക്കില്ല. അവൻ കാണുന്നുണ്ടാവില്ല, ശ്രദ്ധയില്ല. കാരണം അവന് ആഗ്രഹങ്ങളില്ല. അവന് വിരക്തി വന്നു പോയി. ഈ ഭൗതിക ലോകത്തിൽ വിരക്തി വന്നു പോയി. അവനൊന്നും ചിന്തിക്കുന്നില്ല, അവനെ ഒന്നും കാണുന്നില്ല. അപ്പോൾ ഒരാഗ്രഹം ഇല്ലാതെ ഇരിക്കുമ്പോൾ ഒന്നിലും താല്പര്യമില്ല. അപ്പോൾ ഒന്നും മുമ്പിലോട്ട് നടക്കുന്ന സംഭവങ്ങൾ അവൻ കാണുന്നില്ല. അവൻ കാണുന്നതെല്ലാം അപ്പോൾ അവൻ്റെ രൂപം ഒരു ബ്രഹ്മസമാനമാകും. ബ്രഹ്മത്തിനെന്തില്ല, രൂപവും ആവില്ല. രൂപവും ഭാവമില്ലാതെയാണ് ദർശിക്കുന്നത്. അല്ലാതെ ബ്രഹ്മത്തെ ദർശിക്കുന്നു പറഞ്ഞു കഴിഞ്ഞാൽ ബ്രഹ്മത്തിന് ആദ്യം നമ്മൾ പലപ്പോഴും പറഞ്ഞതാണ് ആ പരമേശ്വരൻ്റെ രൂപവും ഭാവമില്ല, ഒരു ചുക്കുമില്ല എന്ന്. അതിനെ ദർശിക്കുക എന്ന് പറഞ്ഞാൽ അവൻ ഉള്ളിൽ അതുമായിട്ട് ലയിച്ച് ദർശിക്കുക മാത്രമല്ല, അതിനെ അതുമായിട്ട് അങ്ങനെ രമിച്ച് നിൽക്കുകയാണ്. അതാണ് ആത്മീയതയുടെ അവസാനം എത്താൻ പോകുന്നത്. പിന്നെ എല്ലാം നിശ്ചലമാകും. ഹൃദയമെല്ലാം നിശ്ചലമായിട്ട് പിന്നെ അതിൽ ലയിച്ചു കഴിഞ്ഞാൽ പിന്നെ എവിടെയെങ്കിലും ചൊല്ലുകൂടി അങ്ങ് വീഴും. പിന്നെ ക്രമത്തിൽ ശരീരം അങ്ങ് പ്രവർത്തനം നിലക്കും. അല്ലാതെ മരണം എന്നൊരു സ്റ്റേജ് പിന്നെ അവന് ഇല്ല.